അങ്ങനെ സിഡ്നിയിലെ ഓഫീസിൽ എൻ്റെ ആദ്യത്തെ ഡേയുടെ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ സ്റ്റോറി. രാവിലെ തന്നെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുവാണ്. ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഹോംബുഷ് റെയിൽവേ സ്റ്റേഷനിലെത്തും. ആദ്യത്തെ ഡേ അല്ലേ എന്ന് ഓർത്ത് കുറച്ച് നേരത്തെ ഇറങ്ങിയിരിക്കുവാണ്. 20 മിനിറ്റ് കൊണ്ട് സെൻട്രൽ സിഡ്നിയിലെത്തി. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കൂടെ നടന്നു കഴിഞ്ഞാൽ ഓഫീസിലെത്തും. ലെവൽ 9 ഞങ്ങളുടെ ഫ്ലോർ. അങ്ങനെ ഞാൻ ഓഫീസിൽ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒറ്റ മനുഷ്യരില്ല. ഞാൻ ഇച്ചിരി നേരത്തെയുമാണ്. മൺഡേ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരൊക്കെ ലേറ്റ് ആയിട്ടേ വരത്തുമുള്ളൂ. മീറ്റ് മിസ് ലോല, ഇവളാണ് എന്നെ വെൽക്കം ചെയ്തത്. ഓടി വരുന്ന കണ്ടപ്പോൾ എന്നെ കടിക്കാൻ വല്ലതും ആണോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ പരിങ്ങി ഏത് വഴിക്ക് ഓടാമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഉരുമി സ്നേഹം ഉറപ്പിച്ചു. ഓഫീസിൽ തന്നെ വളരുന്ന ക്യാറ്റാണ് കേട്ടോ. ആൾക്കാർ വരുന്ന അനുസരിച്ച് ഞാൻ പരിചയം പുതുക്കി. ഇവിടെ എല്ലാവരുമായിട്ടും ഞാൻ നേരത്തെ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടാനും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പനി മുതലാളി വന്ന് എന്നെ ഒരു ഡ്രൈവിന് കൊണ്ടുപോയി ഒരു കോഫിയൊക്കെ മേടിച്ചു തന്നു. ഞങ്ങൾ തമ്മിൽ 5-6 വർഷത്തെ പരിചയമുണ്ട്. പുള്ളിയുടെ 2-3 പ്രോഡക്റ്റിന്റെ ഫുൾ ബ്രാൻഡിങ് മുതൽ കംപ്ലീറ്റ് യൂസർ എക്സ്പീരിയൻസ് ലീഡ് ചെയ്തത് ഞാനായിരുന്നു. ആദ്യത്തെ ഡേ ആയതുകൊണ്ട് അവിടെ ഇവിടെയും സംസാരിച്ച് നടന്നു. മീറ്റിംഗ്സും സിസ്റ്റം സെറ്റപ്പ് ഒക്കെ ആയി. അതിനിടയ്ക്ക് ആപ്പിൾ സ്റ്റുഡിയോന്റെ ഡിസ്പ്ലേ വന്നു. പുറകെ പോർട്ടബിൾ സ്റ്റാൻഡിംഗ് ഡെസ്കും ആപ്പിൾ മൗസും കീബോർഡും ഒക്കെ വന്നു. ലോലയാണ് ക്വാളിറ്റി ഒക്കെ ഉറപ്പുവരുത്തുന്നത്. നന്നായിട്ട് നോക്കിക്കോണമെന്ന് എന്നെ നോക്കി ഇങ്ങനെ കണ്ണുകളിലൂടെ പറഞ്ഞു. ലഞ്ചിന് പ്യുവർ ഓസ്ട്രേലിയൻ ഫുഡ് മേടിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു കൊളീഗ് എന്നെ പുറത്തു കൊണ്ടുപോയി ഒരു ടേക്ക് അവേ എടുത്ത് ഓഫീസിൽ വന്നിരുന്ന് കഴിച്ചു. ആഴ്ചയിൽ 5 ദിവസത്തിൽ 2 ദിവസം നമുക്ക് വീട്ടിലിരുന്ന് പണിയാം. ഫ്ലെക്സിബിൾ ആണ്. എന്താണെന്നറിയാൻ പാടില്ല, ലോല എന്നെ തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉഴപ്പുന്നുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ വന്ന് നോക്കുന്നുണ്ട് പൂച്ച സാർ. വൈകുന്നേരം 4:30 ആയപ്പോൾ തന്നെ എല്ലാവരും സൈൻ ഓഫ് ചെയ്ത് വീട്ടിൽ പോകാൻ തുടങ്ങി. ഒപ്പം ഞാനും.